കോമൺ പ്രോഗ്രാം എന്ന് പറയുമ്പോൾ RSS അജണ്ടയിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. അല്ലല്ല, കേൾക്കൂ, ഇതൊക്കെ പഴയ കാലത്തിന്റെ ഓർമ്മയുടെ തികട്ടലാണ്. UCC നടപ്പാക്കും, വൺ നേഷൻ വൺ ഇലക്ഷൻ നടപ്പാക്കും. കൺസെൻസസ് ഓൺ UCC എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഹിന്ദു കോഡ് അല്ല വരാൻ പോണത്, യൂണിഫോം സിവിൽ കോഡാണ്. നിങ്ങൾ പ്രചരിപ്പിച്ചു, ഇന്ത്യ മുന്നണി പ്രചരിപ്പിച്ചു. രാഹുൽ തുടങ്ങിയെങ്കിൽ ഇപ്പുറത്ത് മോദിയും തുടങ്ങി. അതന്നെ പഴയ കാലമല്ല. ഇടതുപക്ഷം ഒന്ന്, NDA ഒന്ന് കേരളത്തിൽ. ഇത്രയും കാലം റേഡിയോ പ്രക്ഷേപണം മാത്രമായിരുന്നു. നടക്കില്ല. മൻ കി ബാത്ത് ഇനി നടക്കില്ല. പറയുമ്പോൾ നമ്മൾ പണ്ട് നമ്മൾ പറയല്ലോ, ഒരു സ്ഥലത്ത് പോയി പറഞ്ഞാൽ മതി. ഇനി പൊളിഞ്ഞ ആ സ്ഥലത്ത് പോയി പറഞ്ഞാൽ മതി ഇത്തരം കാര്യങ്ങൾ. കേരളത്തിലും അതെ. കഴിഞ്ഞ തവണ ഒളിഞ്ഞതൊക്കെ വിശദീകരിക്കണം. കഴിഞ്ഞ തവണ 224 മണ്ഡലങ്ങളിൽ 50% ഉണ്ടായിരുന്നു. ഇപ്പൊ അത് 155 സ്ഥലങ്ങളിലേക്ക് ചുരുങ്ങിയിട്ടുണ്ട് കേട്ടോ. കഷ്ടമായി പോയി. നേരിട്ട് മത്സരിച്ചതിൽ 70% ഇപ്പോഴും BJP വിജയം. എവിടെ രാഹുൽ ഗാന്ധി? രാഹുൽ ഗാന്ധിയുടെ പ്രഭാവം എവിടെ? 52 നേരിട്ട് ഏറ്റുമുട്ടിയിട്ട് 30% ഉള്ളൂ ഗ്രോത്ത് റേറ്റ് ആണ്. പറഞ്ഞവരാണ് ഇപ്പൊ പറയുന്നത്. കുറച്ചേ അതും പറഞ്ഞില്ലയോ? 10 വർഷം ഭരിച്ച ഒറ്റക്കണക്ക് MV നികേഷ് കുമാർ 3 പേരോടും കൂടിയാണ്. UPA 2 ടൈം ഭരിച്ചിട്ട് ഇറങ്ങിയിട്ടുള്ള അടുത്ത തെരഞ്ഞെടുപ്പിൽ കിട്ടിയ സീറ്റ് അധികാരത്തിൽ വന്നില്ല. BJPയിലെ ഒരു വിജയവർഗീയ എന്ന് പറഞ്ഞ വാചകം. BJP MP വിജയവർഗീയ പറഞ്ഞ വാചകം എന്താ അറിയോ? ആ മനുഷ്യൻ അധ്വാനം ചെയ്തത് കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു. ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നു. മോദി ഭരിക്കുന്നത് കണ്ട്, NDA ഭരിക്കുന്നത് കണ്ട് ഉച്ചവും പരിഹാസവും വിളമ്പി 5 വർഷം പോകാം സാർ. അവസാനിക്കുന്നതിന് മുമ്പ് ഇപ്പൊ അബ്കി ബാർ 400 പറഞ്ഞ BJPയുടെ അവസ്ഥ എന്താണെന്നറിയോ? ഭരിക്കുന്നത് മോദി എന്താണെന്നറിയോ? സുജയ ശ്രദ്ധിച്ച് കേൾക്കണം. അബ്കി ബാർ 400 ബാർ പറഞ്ഞ മോദി ഇപ്പൊ പറയുന്നത് അബ്കി ബാർ ചോക്കോ ബാർ എന്നാണ്. Meet the editors.